ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുക നിനക്കൊരു തളിർപ്പുണ്ടാകുമെന്ന്. എങ്ങനെ സംഭവിക്കുമെന്നോ അതെങ്ങനെ നടക്കുമെന്നോ നീ വിചാരിക്കണ്ട. വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുക എന്നുള്ള ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ദൈവം ചെയ്തിരിക്കും. ചെയ്ത് കഴിയുമ്പോഴേ അത് ഒരു 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 അത്ഭുതമായിട്ട് നിനക്ക് തോന്നത്തുള്ളൂ. സ്തോത്രം. പൗലോസ് നട്ടു, അപ്പൊലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ദൈവം വളർത്തുന്നത് കേട്ടോ, ദൈവം വളർത്തുന്നത്. എല്ലാവർക്കും മോർണിംഗ് മന്നായിലേക്ക് സ്വാഗതം. വീണ്ടും നല്ലൊരു ദിവസം ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അഹരോൻ്റെ വടി തളർത്തതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലാണ് സംഭവം ഉള്ളത്. 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോൻ്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. നിങ്ങൾ ആ വിഷയം നോക്കണേ ദൈവമക്കളെ. 17-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു മത്സരമാണ്, കുടുംബക്കാരുടെ ഒരു മത്സരമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. എന്തുവാ 16, 17 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കുടുംബക്കാർക്കൊക്കെ ഇത് ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിന് കൃപയില്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ജഡമായിരിക്കും ചലിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തത് ആരെയാണ് എന്ന് ഞാൻ വെളിപ്പെടുത്തിക്കോളാം. അടുത്ത നിമിഷം 12 വടി കൊണ്ടുവരാൻ പറഞ്ഞു. 12 വടിയും 11 വടിയിലും ഗോത്രങ്ങളുടെ പേരെഴുതി. ഇപ്പോൾ ലേവി ഗോത്രത്തിന് അഹരോൻ്റെ പേരെഴുതി. കാരണം ദൈവം തിരഞ്ഞെടുത്തിന് എവിടെയും വ്യത്യസ്തനായിരിക്കും. അവരുടെ വടി, ആ ഉണങ്ങിയ വടി സാക്ഷ്യകൂടാരത്തിനകത്ത് കൊണ്ടുവച്ചു. മഹത്വം വഹിക്കുന്ന പെട്ടകത്തിനകത്തിരുന്നപ്പോൾ 11 വടി ജഡത്തിൻ്റെ വടിയാണ്. അതിനൊരു ചലനവും തോന്നിയില്ല. കണ്ടിട്ടില്ലയോ? ചില കൂട്ടായ്മയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോൾ തീ കത്തുന്ന ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ടിരുന്ന് തെറിച്ച്, ആത്മാവിൽ തെറിച്ച് ദൈവത്തിന് ദൂതേറ്റും. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഇരുന്ന് ഉറങ്ങുമായിരിക്കും. കാരണം എന്താ? ആ വ്യക്തി അത് തൊടുന്നില്ല. മറ്റേ വ്യക്തി ആത്മാവിലാണ്. കാരണം പറയുന്നത് ആത്മാവിലാണ് കൊള്ളുന്നത്. ഇതാ ഇവിടെയും സംഭവിച്ചത്. 11 വടിക്ക് ഒരു ചലനവും ഇല്ല. വടിയുടെ കുഴപ്പമല്ല, കൊണ്ടുവച്ച ഒരു ജഡവാ കൊണ്ടുവച്ചത്. ജഡത്തിന് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവിലോട്ട് കയറിയാലേ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ആ വടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചു. പിറ്റേന്നാൾ വന്നപ്പോൾ എല്ലാവരും വടിയെടുക്കാൻ പറഞ്ഞു. എല്ലാവരും അവരവരുടെ വടിയെടുത്തു. അഹരോൻ്റെ വടി അവർ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. എന്താ ബദാമിൻ്റെ അർത്ഥം? യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിലുണ്ട്. ഞാൻ എൻ്റെ വചനം നിവർത്തിക്കേണ്ട ഞാൻ ജാഗരിച്ചുകൊള്ളും. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു? ഞാൻ ബദാം കാണുന്നു. ജാഗ്രത. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കും. ദൈവം പറയുക, അതെ, ദൈവ വചനത്തെ നിവർത്തിക്കുന്ന ഒരനുഭവമായത്. നോക്കിയേ, ഇതെന്തായി മാറി? ആമേൻ. എന്നേക്കും മത്സരികളുടെ മത്സരം നിർത്തലാക്കാൻ ദൈവം മുഖാന്തരമാക്കി. ദൈവം പറഞ്ഞ വടി കൊണ്ടുപോകണ്ട, എവിടെ വെക്ക്? ആ വടി ഇതിനകത്ത് വെക്ക്. സാക്ഷ്യകൂടാരത്തിനകത്ത് മന്നയിട്ട പെൺപാത്രവും അഹരോൻ്റെ വടിയും ആ പർവ്വതത്തിന് പ്രാപിച്ച കൽപ്പലകളുമായിട്ടിരിക്കുമ്പോൾ സാന്നിധ്യം മുഴുവൻ വഹിക്കുന്ന ഈ പെട്ടകമാണ് യോർദാൻ കടക്കാൻ സഹായിച്ചത്. ഈ പെട്ടകമാണ് യെരിഹോ ചുറ്റി ആർപ്പിട്ടപ്പോൾ അത്ഭുതം നടന്നത്. ഈ പെട്ടകമാണ് ഓബേദെദോമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചത്. ഈ പെട്ടകമാണ് എതിരായിട്ട് നൗസായി ഛേദിച്ചത്. ആമേൻ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എത്ര ആഴമേറിയ സന്ദേശം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഹൃദയമായിട്ട് ഞങ്ങളോട് സംസാരിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ചേഞ്ചുകൾ ഉണ്ടാകട്ടെ. ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാകട്ടെ. അത്ഭുതം സംഭവിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന
വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.